الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇവിടെയുള്ള അഹമ്മദികളിൽ അധിക പേരും ജന്മന അഹമ്മദികളായവരോ അല്ലെങ്കിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ വീടുകളിൽ അഹമ്മദിയത്തിൽ പ്രവേശിച്ചവരുമാണ്. അവരുടെ വളർച്ചയും അഹമ്മദിയത്തിന്റെ അന്തരീക്ഷത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അതിലും അധിക പേർ പാകിസ്ഥാനികളാണ്. നിങ്ങൾക്ക് ഈ രാജ്യത്ത് താമസിക്കുവാനും ഇവിടെയുള്ള നഗരവാസിയാകുന്നതിനും അനുവാദം ലഭിച്ചതിന് കാരണം നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് പാകിസ്ഥാനിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായ നിലയിൽ തങ്ങളുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇസ്ലാമിക അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാനോ പ്രകടിപ്പിക്കുവാനോ അനുവാദമുണ്ടായിരുന്നില്ല എന്നാണ്, അഥവാ അനുവാദമില്ല എന്ന കാര്യം വെളിപ്പെടുത്തിയതുകൊണ്ടാണ്. ചിലരുടെ മേൽ തുടർച്ചയായി കേസുകൾ ഉണ്ടായിട്ടുള്ളവരും ഉണ്ടാകും. അതിനാൽ ഈ ഭാരിച്ച ജനസംഖ്യയ്ക്ക് ഇവിടെ താമസിക്കുവാനുള്ള അനുവാദം ഇവിടെയുള്ള സർക്കാരിന്റെ സഹാനുഭൂതി എന്നിവയ്ക്ക് കാരണം നിങ്ങൾ സ്വയം ഞങ്ങൾ അഹമ്മദികളാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ അഹമ്മദിയാണ് എന്ന് വിളംബരം നിങ്ങളിൽ ചില ഉത്തരവാദിത്വവും ഏൽപ്പിക്കുന്നു. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിദ്യാഭ്യാസം കരസ്ഥമാക്കുവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിലോ ഈ രാജ്യത്ത് വന്നിട്ടുള്ള അഹമ്മദികളും പുറത്തല്ല. ഇവിടെ വന്നുകൊണ്ട് തന്റെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയുടെയും കഴിവിന്റെയും അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രക്ഷോഭിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നു. സ്വയം തന്നെ അഹമ്മദിയ ജമാഅത്തുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നവ അഹമ്മദികളും ഉണ്ട്. അവർ ബയ്യത്ത് ചെയ്തു. മസീമദ് അലൈഹി ഇസ്ലാമിന്റെ വാദത്തിലുള്ള സത്യതയിൽ അവർക്ക് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ ജമാഅത്തിൽ പ്രവേശിക്കുന്നത്. ബയ്യത്ത് ചെയ്തതിനു ശേഷം അവരുടെ മേലും ഈ ബയ്യത്തിനോടുള്ള കടമ നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുന്നു. ഞങ്ങൾ ജന്മന അഹമ്മദികളും പഴയ അഹമ്മദികളും ഇപ്രകാരം ചെയ്യുന്നത് കണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരെയും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് അകറ്റി നിർത്തുകയില്ല. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശിക്ഷണം
അതിനായി ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഖുർആനെയും സുന്നത്തിനെയും കുറിച്ചുള്ള വിശദീകരണവും വിശകലനവും മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ്. അതിനെ പരിശോധിക്കുകയും വായിക്കുകയും ചെയ്യേണ്ടതും നിർബന്ധമാണ്. ഓരോ മനുഷ്യന്റെ മുമ്പിലും ഇന്നതുണ്ട്. അതിനാൽ ആർക്കും ഇത് സംബന്ധമായി യാതൊരു ഒഴിവ് കഴിവും ഉണ്ടാകില്ല. എന്നാൽ പഴയ അഹമ്മദികൾക്ക് അവരോട് ഞാൻ ഇതും പറയുന്നതാണ്: നിങ്ങളുടെ മാതൃക കണ്ടുകൊണ്ടാണ് ആർക്കെങ്കിലും ചതി പിണയുന്നതെങ്കിൽ നിങ്ങളും ഈ തെറ്റിലും തിന്മയിലും തീർച്ചയായും ഭാഗവാക്കായിരിക്കും. അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ഈ പഴയ അഹമ്മദികൾ അവരുടെ പൂർവ്വപിതാക്കൾ അഹമ്മദികളായിരുന്നു, അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ അഹമ്മദിയത്ത് അവർക്ക് ലഭിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താലും കൃപയാലും ഇവിടെ വന്നുകൊണ്ട് അവർക്ക് ഉന്നതമായ നില കൈവന്നു. അതിനെ ഒരിക്കലും വിസ്മരിക്കരുത്. ഇതിന്റെ ജമാഅത്തിന്റെ കീഴിലുള്ള കൃപാകടാശമാണ്. ഈ ഔദാര്യത്തിന് നന്ദി സൂചകമായി തങ്ങളുടെ അവസ്ഥയിൽ അസാധാരണമായ നിലയിൽ പരിശുദ്ധ മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിനായി പരിശ്രമിക്കേണ്ടതാണ്. തങ്ങളുടെ സന്താനങ്ങളോട് അള്ളാഹുവിന്റെ ജമാഅത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാരണത്താൽ ലഭിച്ച ഈ ഔദാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതാണ്. അവരുടെ ഏതെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് എന്നും അവരുടെ പിതാമഹന്മാർ ജമാഅത്തിൽ അംഗമായിക്കൊണ്ട് ചെയ്ത ബയ്യത്തിന്റെ ഉടമ്പടി അതിനെ എപ്പോഴും മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രകാരം അത് പൂർത്തിയാക്കുന്നതിനായി പരിശ്രമിക്കണം എന്ന് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുമാണ്. ഇവിടെ വന്നുകൊണ്ട് ലഭിച്ച സാമൂഹിക ഉന്നമനത്തിന് പകരമായി അള്ളാഹുവിന്റെ മുമ്പിൽ നന്ദി കാണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വരും തലമുറകളിലും ഈ അധ്യാപനത്തെ തുടർന്നു കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. കുട്ടികളോട് പറയേണ്ടതാണ്: നിങ്ങൾക്കും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കഴിവുകളെ ഉന്നതമായ നിലയിൽ പരിപോഷിപ്പിക്കാൻ ലഭിച്ച ഈ അവസരത്തിൽ അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് എപ്പോഴും ജമാഅത്ത് സംവിധാനത്തോട് ദൃഢമായ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അഹമ്മദിയ ഖിലാഫത്തിനോട് എപ്പോഴും ആത്മാർത്ഥതയുടെയും അനുസരണത്തിന്റെയും ബന്ധം വെച്ച് പുലർത്തുക. അതുപോലെ തന്നെ എല്ലാ അഹമ്മദികളുടെയും ജോലി ഇതാണ്. അഹമ്മദീയത്തിനോട് സ്വയം തന്നെ ബന്ധിപ്പിക്കുന്ന കാരണത്താൽ എപ്പോഴും ജമാഅത്ത് വ്യവസ്ഥിതിയോട് ശക്തമായ ബന്ധം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ അഹമ്മദിയ ഖിലാഫത്തിനോട് ആത്മാർത്ഥതയുടെയും അനുസരണത്തിന്റെയും ബന്ധം ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്. കാരണം ബയ്യത്ത് ചെയ്യുന്ന അവസരത്തിൽ പറയുന്ന പ്രതിജ്ഞ ഇതാണ്: അള്ളാഹുവിന്റെ കൃപയാണ് പുതുതായി പങ്കുചേരുന്നവരിൽ പ്രത്യേകമായും പൂർണ്ണമായ ദൃഢതയോടുകൂടി ഉൾക്കാഴ്ചയോടെ അവർ ഹസ്രത്ത് അഹമ്മദ് അലൈഹി ഇസ്ലാമിനെ അംഗീകരിച്ചു. അവർ ബയ്യത്തിന്റെ പ്രതിജ്ഞയിലും അതിന്റെ നിബന്ധനകളിലും ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പേർ എനിക്ക് കത്തുകൾ എഴുതുന്നു. എന്നാൽ ഒരുപാട് പേർ ജന്മനാ അഹമ്മദികളാണ്, അതല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഇവരുടെ ചെറുപ്രായത്തിൽ അഹമ്മദിയത്ത് സ്വീകരിച്ചു. ആരെല്ലാമാണ് ഇവിടെ വന്നുകൊണ്ട് ഭൗതിക ജീവിതത്തിൽ കൂടുതലായി മുഴുകിക്കഴിയുന്നത്, അവർ സാധാരണ നിലയിൽ ബയ്യത്തിന്റെ നിബന്ധനകളെ ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ ബയ്യത്തിന്റെ പ്രതിജ്ഞയെയും മനസ്സിലാക്കുന്നില്ല. അഹമ്മദിയത്ത് കാരണത്താൽ ലഭിച്ച അള്ളാഹുവിന്റെ കാരുണ്യത്തെ സ്മരിക്കുന്നതുമില്ല. എല്ലായിടത്തും MDA മുഖേന ബയ്യത്തിന്റെ നടപടിക്രമങ്ങൾ കണ്ടിട്ടും
കേട്ടിട്ടും കൂടി ഇതിലേക്ക് ശ്രദ്ധയില്ല. ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ബയ്യത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിലേക്കും അതിൽ പ്രവർത്തിക്കുന്നതിലേക്കും വേണ്ടി അവർ ശ്രമിക്കുന്നില്ല. അതുപോലെ തന്നെ ഖിലാഫത്തിനോട് ഉണ്ടായിരിക്കേണ്ട ബന്ധം, കടമ പൂർത്തിയാക്കുന്ന തരത്തിലുള്ള ബന്ധം അവർ സ്ഥാപിക്കുന്നില്ല. ഇതിൽ അതായത് ഈ രാജ്യത്ത് അസൈലം മൂലം വരുന്നവർ മാത്രമല്ല, മറിച്ച് എല്ലാ വിഭാഗത്തിലുള്ള അഹമ്മദികളുമുണ്ട്. ഞാൻ അസൈലം എടുക്കുന്നവരുടെ ഉദാഹരണം നൽകിയതിന് കാരണം ഈ സമയം എന്റെ മുന്നിലിരിക്കുന്നവരിൽ അധിക പേരും അസൈലം വാങ്ങിയവരാണ്. ഇന്ന് അവരുടെ നല്ല അവസ്ഥ ജമാഅത്തിനോട് ബന്ധിപ്പിച്ചത് മുഖേനയാണ് അവർക്ക് ലഭിച്ചത്. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ എല്ലായിടത്തും എല്ലാ വിഭാഗത്തിലും ഇന്നുണ്ട്. അതിനാൽ ഓരോരുത്തരും സ്വയം ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ ഇന്ന് ഇവർ എവിടെയാണ് നിൽക്കുന്നതെന്ന് സ്വയം ഇവർക്ക് മനസ്സിലാകുന്നതാണ്. ഈ സമയം ഞാൻ ഈ ഒരു പരിശോധനയ്ക്കായി മാത്രം ബയ്യത്തിന്റെ ഒരു നിബന്ധന നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഇതിനെ വെറും ഉപരിവിപ്ലവം എന്ന നിലയിൽ മാത്രം പരിശോധിക്കാതിരിക്കുക, മറിച്ച് ഉത്തമ നിലയിൽ വീക്ഷിക്കുകയും പിന്നീട് അതിനെ പരിശോധിക്കുകയും ചെയ്യുക. ഇനി ഈ പരിശോധനയുടെ ഉത്തരം ശരി എന്നാണെങ്കിൽ, അതെ എന്നാണെങ്കിൽ ഭാഗ്യവാന്മാരാണ് അവർ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ വാരിക്കൂട്ടുന്നവരാണവർ. എന്നാൽ ബലഹീനരാണെങ്കിൽ സംസ്കരണത്തിനായി പരിശ്രമിക്കുക. ബയ്യത്തിന്റെ 10ാമത്തെ നിബന്ധനയിൽ ഹസ്രത്ത് മസീമൂദ് അലൈഹി സ്വലാം ഇപ്രകാരം പറയുന്നു. അതിലെ വാക്കുകൾ ഇவ்விதമാണ്: ന്യായമായ കാര്യങ്ങളിൽ അനുസരണം പുലർത്തുമെന്ന് സമ്മതിക്കുന്നതോടൊപ്പം കുടുംബ ബന്ധങ്ങളിലോ ഭൗതികമായ ഇതര ബന്ധങ്ങളിലോ സേവക ഭാവങ്ങളിലോ കാണപ്പെടാത്ത തരത്തിലുള്ള ഒരു സുദൃഢ സാഹോദര്യ ബന്ധം ഈ വിനീതനുമായി അള്ളാഹുവിനു വേണ്ടി പുലർത്തുന്നതും അത് മരണം വരെ നിലനിർത്തിപ്പോരുന്നതുമാണ്. ഈ ഒരു വാക്കുകളാണ് നമുക്ക് ആ മഹാത്മാവിനോട് യാതൊരു ലക്ഷ്യവും മുന്നിൽ വെക്കാതെയും പരിധികളില്ലാതെയും സ്നേഹത്തോടും കൂടിയ ബന്ധം സ്ഥാപിക്കുന്ന ചുമതല ഏൽപ്പിക്കുന്നത്. അദ്ദേഹം നമ്മോട് പ്രതിജ്ഞ വാങ്ങുന്നു. എത്തരത്തിലുള്ള പ്രതിജ്ഞയാണ് വാങ്ങുന്നത്? അള്ളാഹുവിനു വേണ്ടി എന്നോട് സ്നേഹം, ബന്ധം, സാഹോദര്യത്തിന്റെ ഉന്നത നിലവാരം സ്ഥാപിക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ മഅറൂഫായ എല്ലാ തീരുമാനങ്ങളെയും അംഗീകരിക്കുന്നതാണെന്ന് ഉള്ള പ്രതിജ്ഞ വാങ്ങുന്നു. അതായത് ഓരോ കാര്യങ്ങളും, അള്ളാഹു അദ്ദേഹത്തെ നിയോഗിച്ച എല്ലാ കാര്യങ്ങളും, ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ആ മഹാത്മാവ് നമ്മെ നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നാം അംഗീകരിക്കുന്നതാണ്. വെറും ഇത് അംഗീകരിക്കുക മാത്രമല്ല, അതിൽ പരിപൂർണ അനുസരണം പുലർത്തുക മാത്രമല്ല, മറിച്ച് മരണം വരെ ഇതിൽ നിലകൊള്ളുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക, അതിൽ പ്രവർത്തിക്കുക. ഈ പ്രതിജ്ഞയും സ്നേഹവും ബന്ധവും നിലനിൽക്കുമ്പോൾ ഭൗതികമായ ഇതര ബന്ധങ്ങളിൽ കാണുന്ന ഉദാഹരണങ്ങളില്ലാത്ത വിധം ഉന്നതവും മഹനീയവുമായതായിരിക്കും അതിന്റെ നിലവാരം. അതായിരിക്കും ഉണ്ടാകുക. മനുഷ്യൻ ആരോടെങ്കിലും ആത്മാർത്ഥ കാരണം പുലർത്തുന്ന സത്യസന്ധമായ ബന്ധത്തിൽ പോലും ഇത്തരത്തിലുള്ള ഉദാഹരണം കാണുകയില്ല. അതുപോലെ മനുഷ്യൻ ആരോടെങ്കിലും കൃപാകടാക്ഷത്തിന് കീഴിൽ സ്വയം തന്നെ അവരുടെ കയ്യിൽ നൽകുന്ന സാഹചര്യത്തിലും ഇതിന് സമമായ ഉദാഹരണം അവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഈ പ്രതിജ്ഞയിൽ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം ഉന്നതമായ നിലവാരത്തിലുള്ള സ്നേഹം ആരോടെങ്കിലും ഉണ്ടാവുന്നതാണെങ്കിൽ അത് അവിടുത്തെ സത്യസന്ധനായ ദാസനോട് മാത്രമായിരിക്കും. ഈ ഒരു നിലവാരമാണ് നമുക്ക് സ്ഥാപിക്കുന്നതിനായി പരിശ്രമിക്കേണ്ടത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ ബയ്യത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തോട്
എപ്രകാരമാണ് ബന്ധമുണ്ടായിത്തീരേണ്ടത്? ഓരോരുത്തരും ഈ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ സ്വയം തന്നെ പരിശോധിക്കാവുന്നതാണ്. നാം ഇപ്രകാരത്തിലുള്ള നിലവാരത്തിലാണോ, അതല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ഭൗതിക ലാഭങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ, ഭൗതിക നേട്ടങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ നാം ഈ കാര്യങ്ങളെ മറക്കുന്നുണ്ടോ? ഭൗതിക ബന്ധങ്ങൾ, ഭൗതിക ലക്ഷ്യങ്ങൾ ഈ സ്നേഹബന്ധത്തെയും അനുസരണത്തെയും കീഴ്പ്പെടുത്തുന്നുണ്ടോ? മനുഷ്യൻ ഒരു ജോലിയെയും ഒന്നെങ്കിൽ തന്റെ പ്രയോജനത്തിന് അല്ലെങ്കിൽ ലാഭത്തിനായി ചെയ്യുന്നു, അല്ലെങ്കിൽ ചില അധിക അവസരങ്ങളിലും തൃപ്തിയില്ലാതെ ഭയപ്പെട്ടുകൊണ്ട് നിർവഹിക്കുന്നു. നിർബന്ധിതാവസ്ഥയാണ്. ചെയ്തില്ലെങ്കിൽ ചോദ്യമുണ്ടാവുന്നതാണ്. ശിക്ഷ ലഭിക്കാനും ഇടയുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ പിന്നെ സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും കൂറിന്റെയും അടിസ്ഥാനത്തിൽ ചെയ്യപ്പെടുന്നു. ദീനിന്റെ ശരിയായ അറിവും പരിജ്ഞാനവും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ മതപരമായ കാര്യങ്ങൾ സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും കൂറിന്റെയും ആവേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിർവഹിക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാം ബയ്യത്തിൽ പ്രവേശിച്ചുകൊണ്ട് നാം ഈ വികാരത്തിൽ ഉയരണമെന്ന പ്രതീക്ഷയാണ് ആ മഹാത്മാവ് നമ്മിൽ അർപ്പിച്ചിരിക്കുന്നത്. ഏതുവരെ ഈ വികാരം ആത്മാർത്ഥതയും അനുസരണയും കൂറും ബന്ധവും സൃഷ്ടിക്കപ്പെടുന്നില്ലയോ, അത് ഉപദേശിക്കപ്പെടുമ്പോൾ അതിലൂടെയും യാതൊരു പ്രഭാവവും ഉണ്ടാകുന്നതല്ല, അതിൽ പ്രവർത്തിക്കുവാനുള്ള ശ്രമവും ഉണ്ടാകുന്നതല്ല. നിർദ്ദേശാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ, ആ മഹാത്മാവിന്റെ വാക്കുകളെ അംഗീകരിക്കണമെങ്കിൽ, നമ്മുടെ ബയ്യത്തിന്റെ പ്രതിജ്ഞയെ സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ അനുസരണത്തിന്റെയും ആത്മാർത്ഥതയുടെയും നിലവാരത്തെ ഉയർത്തേണ്ടത് നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു അഹമ്മദിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ? അതായത് ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാം ഏതെങ്കിലും ഒരു കാര്യം ഖുർആന്റെയോ സുന്നത്തിന്റെയോ എതിരായി പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയില്ലെങ്കിൽ പിന്നെ ഓരോ അഹമ്മദിയും മനസ്സിലാക്കേണ്ടത് മഅറൂഫായ കാര്യങ്ങളുള്ള അനുസരണം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം സ്നേഹത്തെയും ആത്മാർത്ഥതയെയും ഉന്നത സ്ഥാനത്ത് എത്തിച്ചുകൊണ്ട് പരിപൂർണമായ അനുസരണം കാഴ്ചവെക്കുക. പരിപൂർണ അനുസരണം സാധ്യമാകുന്നത് ആരെയാണ് അനുസരിക്കുന്നത്? അദ്ദേഹത്തിന്റെ എല്ലാ കൽപ്പനകളെയും അന്വേഷിക്കുകയും അതിൽ താല്പര്യം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുമ്പോഴാണ്. അതിനാൽ ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാം നമ്മിൽ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷ, നൽകപ്പെട്ടിരിക്കുന്ന കൽപ്പന, അതിനെ അന്വേഷിക്കുകയും അതിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുക എന്നത് നമുക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ പിന്നെ നാം എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നതാണ് എന്നുള്ളത് വെറും ഒരു വാദം മാത്രമായിരിക്കും. കാര്യങ്ങളെ സംബന്ധിച്ച് അവ എന്തെല്ലാമാണ് എന്ന് നമുക്ക് അറിവില്ലെങ്കിൽ പിന്നെ അനുസരിക്കുന്നത് എപ്രകാരമാണ്? ഏതിനെയാണ് നാം അംഗീകരിക്കുക? അതിനാൽ അഹമ്മദിയാകുന്നതോടൊപ്പം ഇതും ഒരു നിബന്ധനയാണ്. തന്റെ അറിവിനെ ഉയർത്തുക. അള്ളാഹുവിനു വേണ്ടി ഏതൊരു ബന്ധമാണ് സ്ഥാപിച്ചത് അതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി അതിൽ വളർച്ച നൽകുക. ആത്മാർത്ഥതയോടെ തങ്ങളുടെ ജീവിതത്തെ അതിനനുഗുണമായി നിർമ്മിക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാം ജമാഅത്തിനെ ഇതിനായി ഉപദേശിക്കുകയുണ്ടായി. ജമാഅത്തിലെ അംഗങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന ആ പ്രതീക്ഷ അത് ആ മഹാത്മാവിന്റെ വിവിധ ഗ്രന്ഥങ്ങളിലും നിർദ്ദേശങ്ങളിലും അടങ്ങിയിരിക്കുന്നു. ഈ സമയം ഞാൻ ചിലത് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാം പറയുന്നു, നമ്മുടെ ജമാഅത്തിന് വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങിയിരിക്കാൻ പാടില്ല. പ്രകടനാത്മകത ആയിരിക്കരുത്. വെറും വാക്കുകൾ മാത്രമായിരിക്കാൻ പാടില്ല. മറിച്ച് ബയ്യത്തിന്റെ സത്യസന്ധമായ ഉദ്ദേശത്തെ പൂർത്തിയാക്കുന്നവരായിരിക്കണം. സത്യസന്ധമായ ഉദ്ദേശം എന്താണ്? പറയുന്നു, ആത്മീയമായ പരിഷ്കരണം നടപ്പാക്കുക,
വെറും നടപടിക്രമങ്ങളിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. ആത്മീയ പരിവർത്തനം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളിലും നിങ്ങളുടെ എതിരാളികളിലും ഒരു വ്യത്യാസം ഉണ്ടാവുന്നതല്ല. അദ്ദേഹം പറയുന്നു, ഓരോരുത്തർക്കും അവരുടെ ഭാരം ചുമലിലേറ്റേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം അവരുടെ വാദങ്ങളും പൂർത്തിയാക്കുക. അതിനാൽ വിശ്വാസാടിസ്ഥാനത്തിൽ സ്വയം ശരിയാക്കുക എന്നത്, ബയത്ത് ചെയ്യുക എന്നത്, ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ വിശ്വസിക്കുക എന്നത്, സംവാദത്തിലും സംഭാഷണത്തിലും മറ്റുള്ളവരെ നിശബ്ദരാക്കുക എന്നതും, അതായത് പ്രവർത്തന അവസ്ഥയിൽ നല്ല മാറ്റമുണ്ടാകുന്നില്ലെങ്കിൽ ഇവ ഒന്നും തന്നെ യാതൊരു പ്രാധാന്യം അറിയിക്കുന്നതല്ല. അദ്ദേഹം പറയുന്നു, തന്റെ നഫ്സിന്റെ പരിവർത്തനത്തെ മുന്നിൽ നിർത്തി നല്ലത് പ്രവർത്തിക്കുക, പരിശ്രമിക്കുക, നമസ്കാരത്തിൽ ദുആ ചെയ്യുക, സക്കാത്ത്, ദാനധർമ്മങ്ങൾ, മറ്റ് പ്രവർത്തനങ്ങളുടെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും വല്ലദീന ജാഹിദു ഫീന എന്നതിൽ പങ്കാളികളാകുക. വല്ലദീന ജാഹിദു ഫീന എന്നത് എന്താണ്? അതായത് അള്ളാഹു പറയുന്നു, ആരാണ് എന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നത് അവർക്ക് എന്താണ് ലഭിക്കുന്നത്? ലനഹദിയന്നഹും സുബുലന, നാം അവരെ തീർച്ചയായും തന്റെ മാർഗത്തിലേക്ക് മാർഗദർശനം നൽകുന്നതാണ്. ഇതിന് മറ്റൊരു സ്ഥലത്ത് വിശാലമായി വിശദീകരണം നൽകിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, അങ്ങേയറ്റം അശ്രദ്ധയോടുകൂടി അലസത പ്രകടിപ്പിക്കുന്നവൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കുമെന്ന് വിചാരിക്കുന്നത് എപ്രകാരം സംഭവിക്കാനാണ്? അലസത കാണിക്കുന്നവന് അനുഗ്രഹം പ്രാപിക്കുന്നതല്ല. പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അർഹമാക്കുക എന്നത് എങ്ങനെ സംഭവിക്കാനാണ്? എല്ലാ ബുദ്ധിയോടും എല്ലാ ശക്തിയോടും എല്ലാ ആത്മാർത്ഥതയോടും കൂടി അവനെ അന്വേഷിക്കുന്നവൻ, അതായത് അവനെപ്പോലെ അനുഗ്രഹം എങ്ങനെ ലഭിക്കാനാണ്? ആ മഹാത്മാവ് ഇവിടെ നമ്മോട് പറയുന്നത്, എന്നെ അംഗീകരിക്കുക, എന്റെ പുറകെ വരിക, എന്നോട് അനുസരണത്തിന്റെ ബന്ധമുണ്ടാക്കുക. അപ്രകാരമെങ്കിൽ അള്ളാഹുവിനെ അന്വേഷിക്കുന്ന മാർഗം നമുക്ക് ദർശന യോഗ്യമാക്കുന്നതിനും അതോടൊപ്പം അള്ളാഹുവിനെ പ്രാപിക്കുന്നത് എപ്രകാരമാണെന്ന് നമ്മോട് പറയുന്നതിനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നമ്മെ പങ്കാളിയാക്കുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം വിളിക്കുന്നത്. നമസ്കാരം കൃത്യസമയത്ത് അനുഷ്ഠിക്കുന്നവരാക്കി മാറ്റുന്നതിനു വേണ്ടിയാണ്. അള്ളാഹുവിന്റെ സ്നേഹത്തെ ആകർഷിക്കുന്നതിനായി സദക്കയിലും ദാനധർമ്മങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തോടുള്ള അനുസരണത്തിന്റെ ബന്ധം അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധത്തെ വളർത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പ്രകാരം ഉപദേശിക്കുകയുണ്ടായി, നിങ്ങൾ രണ്ട് കാര്യങ്ങളെ മുന്നിൽ വെക്കുക. ഒന്നാമത്തെ കാര്യം ഇതാണ്, നിങ്ങൾ യഥാർത്ഥ മുസ്ലിമിന്റെ മാതൃക പ്രദർശിപ്പിക്കുക. രണ്ടാമത്തേത് ഇതിന്റെ, അതായത് ഇസ്ലാമിന്റെ ഭംഗിയെയും വൈശിഷ്ട്യത്തെയും ലോകത്ത് പ്രചരിപ്പിക്കുക, തബ്ലീഗ് ചെയ്യുക, സന്ദേശം പ്രചരിപ്പിക്കുക. നമ്മുടെ അറിവ് ഇവിടെ ദുർബലമാണെങ്കിൽ, നമ്മുടെ പ്രവർത്തന മേഖല അപകട നിലയിലാണെങ്കിൽ നാം യഥാർത്ഥ മുസ്ലിമിന്റെ എന്ത് മാതൃകയാണ് പ്രദർശിപ്പിക്കുക? നാം ഇസ്ലാമിന്റെ സന്ദേശത്തെ, അതിന്റെ ഉത്കൃഷ്ടതയെ സംബന്ധിച്ച് ലോകത്തിനോട് എന്തു പറയാനാണ്? അല്ലെങ്കിൽ എങ്ങനെ പ്രചരിപ്പിക്കാനാണ്? പിന്നീട് അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നു, നമ്മുടെ ജമാഅത്ത് ഈ ഒരു ദുഃഖം മറ്റ് ഭൗതിക ദുഃഖത്തെക്കാൾ ഉപരിയായി കൊണ്ട് തന്റെ ജീവനിൽ അർപ്പിക്കുക, അതായത് തഖ്വയുണ്ടോ. ഏറ്റവും വലിയ ദുഃഖം ഇതായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. അതിനാൽ ഇതിനു വേണ്ടി നീണ്ട വിശദീകരണത്തിന്റെ ആവശ്യമല്ല. എല്ലാവർക്കും സ്വയം ഇത് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇഹത്തിലെ ദുഃഖം അവന് കൂടുതലാണോ, അല്ലെങ്കിൽ പിന്നെ ദീനിന്റെ ഉന്നമനത്തിനായുള്ള ദുഃഖമാണോ? തനിക്ക് വേണ്ടി മാത്രമല്ല തന്റെ സന്താനങ്ങൾക്ക് വേണ്ടിയുമുണ്ടോ, അതോ ഇല്ലയോ? അള്ളാഹുവിനോടുള്ള ഭയം, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിലേക്കുള്ള ശ്രദ്ധ അതുകൊണ്ടോ അതോ ഇല്ലയോ? ഭൗതികമായ കാര്യങ്ങൾ മുന്നിൽ വരുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി പിന്നിലേക്ക് പോകുന്നുണ്ടോ?
അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നു, ദൈനംദിന കാര്യങ്ങളിൽ അനുവദനീയമല്ലാത്ത കോപത്തിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുക എന്നത് തഖ്വയുടെ ഒരു ശാഖയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആളുകൾ കോപം പ്രകടിപ്പിക്കുന്നു. അവർക്ക് സ്വയം തന്റെ അവസ്ഥയെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അവരും തഖ്വയിൽ നിന്ന് വിദൂരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചില നിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത് അവ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം നമ്മോട് പറഞ്ഞിട്ടുള്ളവയാണ്. ഈ കാര്യങ്ങളിൽ നാം ശ്രദ്ധ ചെലുത്തുമ്പോൾ നമുക്ക് ആ മഹാത്മാവിനോടുള്ള ബന്ധവും സ്നേഹവും അധികരിപ്പിക്കുന്നതാണ്. എപ്രകാരമാണ്, ഏത് വിധത്തിലുള്ള വേദനയോടുകൂടിയാണ് അദ്ദേഹത്തിന് നമ്മുടെയും ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്താകുലനായിരുന്നത്. ഒരു പിതാവിനേക്കാൾ ഉപരിയായി കൊണ്ട് അദ്ദേഹം നമ്മെക്കുറിച്ച് വ്യാകുലനായിരുന്നു. ഒരു മാതാവിനേക്കാൾ ഉപരിയായിക്കൊണ്ട് അദ്ദേഹം നമ്മെ സംബന്ധിച്ച് ചിന്താകുലനായിരുന്നു. പല തവണകളായി നമ്മെ ഉപദേശിക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയാണിത്? എങ്ങനെയെങ്കിലും നമ്മെ തെറ്റായ മാർഗത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയുടെ മാർഗത്തിൽ എത്തിക്കുക എന്നതാണ്. ഈ ചിന്തയുടെയും സ്നേഹത്തിന്റെയും പ്രകടനത്തിന് ശേഷം അഹമ്മദി എന്ന് വിളിക്കപ്പെടുന്ന ഒരാളും അദ്ദേഹത്തോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലും ഉന്നതമായ നിലവാരം സ്ഥാപിക്കാതിരിക്കാൻ ഒരു കാരണവും അവർക്കുണ്ടാകുന്നതല്ല. അങ്ങനെ ഭൗതിക ആത്മീയ ലോകത്തെ അവർ ശരിപ്പെടുത്തുന്നതാണ്. പിന്നീട് അള്ളാഹു ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിന് ശേഷം നമ്മിൽ ഖിലാഫത്ത് സംവിധാനത്തെ സ്ഥാപിക്കുകയുണ്ടായി. ഖിലാഫത്തിന്റെ സംവിധാനത്തിനും ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ മേൽ അള്ളാഹു അർപ്പിച്ച ദൗത്യത്തെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ കാര്യത്തെ മുൻനിർത്തി ഖിലാഫത്തിനോടും ആത്മാർത്ഥതയുടെയും അനുസരണത്തിന്റെയും ബന്ധം കൂട്ടിയോജിപ്പിച്ച് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര തുടർന്നുകൊണ്ട് പോകേണ്ടതാണ്. ഏതുപോലെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം പറയുന്നു, യഥാർത്ഥ മുസ്ലിമിന്റെ മാതൃക ഉണ്ടാക്കുക, ഇസ്ലാമിന്റെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുക. കാലത്തിന്റെ ഖലീഫയുടെ കരങ്ങളിൽ ഓരോ അഹമ്മദിയും ബയ്യത്തിന്റെ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പ്രതിജ്ഞ പാലിക്കേണ്ടതും നിർബന്ധമാണ്. അതിനായി ഖിലാഫത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ കാഴ്ചവെക്കുന്നത് മൂലമാണ് ഈ പ്രതിജ്ഞ പാലിക്കാൻ സാധിക്കുക. ബയ്യത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ ഓരോ അഹമ്മദിയും ബയ്യത്തിന്റെ നിബന്ധനകൾ പാലിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. കാലത്തിന്റെ ഖലീഫയിൽ നിന്നുണ്ടാകുന്ന എല്ലാ മഅറൂഫായ കാര്യങ്ങളും പാലിക്കുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ കാലത്തിന്റെ ഖലീഫയുടെ ജോലി ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ ദൗത്യത്തെ, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെ മുന്നോട്ട് എത്തിക്കുക എന്നതാണ്. ഇസ്ലാമിന്റെ സന്ദേശത്തെ ലോകത്തിന്റെ കോണുകളിൽ എത്തിക്കുക എന്നതാണ്. അതുകൊണ്ട് ഓരോ അഹമ്മദിയും ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ സ്വയം തന്നെ വാർത്തെടുക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ അനുസരണത്തിന്റെ പൊരുൾ കൈവരുന്നത്. ജമാഅത്തിന്റെ ഐക്യവും അതിലൂടെ നിലനിൽക്കുകയുള്ളൂ. അപ്പോഴാണ് തബ്ലീഗിന്റെ മൈതാനം തുറക്കപ്പെടുന്നത്. എന്നാൽ ഓരോരുത്തരും എനിക്ക് മസീഹ് ബന്ധവും സാഹോദര്യവും വിശ്വാസവുമുണ്ട്, ഞാൻ അദ്ദേഹത്തെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റേതുമായ മാർഗങ്ങൾ അവലംബിക്കുകയാണെങ്കിൽ അതിലൂടെ ഒരിക്കലും പുരോഗതി ലഭിക്കുന്നതല്ല. അഹമ്മദിയ ജമാഅത്തിന്റെ മനോഹാരിത അതിൽ ഖിലാഫത്ത് സംവിധാനം നിലനിൽക്കുമ്പോഴാണ് ഉണ്ടാകുക. ഓരോ അഹമ്മദിയുടെയും ബന്ധം ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് ഉണ്ടായത് ആ മഹാത്മാവ് ഹദ്റത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യസന്ധനായ ദാസനായതുകൊണ്ടാണ്. ഈ ബന്ധം ഖിലാഫത്തിനായി തുറന്നു പോകേണ്ട നിർബന്ധമാണ്. 2 ദിവസം മുമ്പ് മസ്ജിദിന്റെ ശിലാസ്ഥാപന കർമ്മം ഇവിടെ നടക്കുകയുണ്ടായി. ഞാൻ അവിടെ ചുരുങ്ങിയ നിലയിൽ മസ്ജിദിനെ മുൻനിർത്തി ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇസ്ലാമിന്റെ അധ്യാപനം, പള്ളികളുടെ പ്രാധാന്യം, അഹമ്മദികളുടെ ഉത്തരവാദിത്തം എന്നിവയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അതിൽ അതിഥിയായിരുന്ന ഒരു പ്രാദേശിക വനിത ഒരു കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി.
ഖലീഫയുടെ വാക്കുകൾ വളരെ നല്ലതായിരുന്നു. എന്നാൽ ഇവിടെ താമസിക്കുന്ന അഹമ്മദികൾ ഇതിൽ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കുക. സമാധാനത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കുക. അതായത് ജനങ്ങളുടെ ദൃഷ്ടിയും നിങ്ങളുടെ മുകളിലുണ്ട്. അതിനാൽ തങ്ങളുടെ അവസ്ഥകളെ പരിശോധിച്ചുകൊണ്ടിരിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ലോകം ഖിലാഫത്തിനെ മുൻനിർത്തി അതീവ ശ്രദ്ധ ചെലുത്തുന്നതാണ്. അതിനായി ബയ്യത്തിന്റെ പ്രതിജ്ഞ മാത്രം മതിയായതല്ല. തങ്ങളുടെ സംസ്കരണത്തിനായും തബ്ലീഗിനായും കർമ്മമാണ് ആവശ്യം. ഓരോ സ്ഥലത്തും ഓരോ വിഭാഗത്തും തങ്ങളുടെ ഐക്യത്തെ നിലനിർത്തി പോരുവാനും ഒരു കൈയുടെ ചലനത്തിൽ ഇരിക്കുവാനും എഴുന്നേൽക്കുവാനും വേണ്ടി ഖിലാഫത്താണ് ആവശ്യം. ഈ കാലഘട്ടത്തിൽ അഹമ്മദികൾ സൗഭാഗ്യരാണ്. അള്ളാഹു എവിടെയാണ് പുതിയ സംവിധാനങ്ങളും കണ്ടുപിടുത്തങ്ങളും നിർമ്മിച്ചുവോ അവയെല്ലാം അഹമ്മദികൾക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ദീനിന്റെ പ്രചാരണത്തിനും ജമാഅത്തിന് ഈ സംവിധാനം നൽകിയിരിക്കുന്നു. TV, ഇന്റർനെറ്റ്, വെബ്സൈറ്റ് മുതലായവ മുഖേന ഹദ്റത്ത് മസീമൂദ് അലൈഹിസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതുവഴി നമുക്ക് എപ്പോഴാണ് സാധിക്കുന്നത് അപ്പോൾ അത് ലഭ്യമാകുന്നു. വിവിധ മുഖ്യ ഭാഷകളിൽ അത് നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നതാണ്. അതിൽ കാലത്തിന്റെ ഖലീഫയുടെ ഖുതുബകൾ ശ്രവിക്കുവാനും വായിക്കുവാനും സാധിക്കുന്നതാണ്. അത് ഖുർആന്റെയും ഹദീസിന്റെയും ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിലാണുള്ളത്. ഇവയിലാണ് അതിന്റെ അടിസ്ഥാനം. ലോകത്തിൽ ഇന്ന് MDA മുഖേന അത് എത്തിച്ചേരുന്നു. അത് ജമാഅത്തിന്റെ ഐക്യത്തിന്റെ ഒരു പുതിയ പ്രതീതിയാണ് പകർന്നു നൽകുന്നത്. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും എപ്പോഴും ഇത് മുന്നിൽ വെക്കേണ്ടതാണ്. അത് എപ്പോഴും ആവശ്യവുമാണ്. അതായത് MDയുമായി തന്റെ ബന്ധമുണ്ടാക്കുക. അങ്ങനെ നാം ഈ ഐക്യത്തിൽ പങ്കാളികളായിത്തീരും. എല്ലാ ആഴ്ചകളിൽ ചുരുങ്ങിയത് ഖുതുബ കേൾക്കുന്നതിലേക്ക് പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തുക. എല്ലാ ഭവനങ്ങളും തങ്ങളെ പരിശോധിക്കുക. വീട്ടിലെ എല്ലാ അംഗങ്ങളും ഇത് കേൾക്കുന്നുണ്ടോ അതോ ഇല്ലയോ? ഭാര്യ കേൾക്കുന്നുണ്ടെങ്കിൽ ഭർത്താവ് അത് കേൾക്കുന്നില്ലെങ്കിൽ അതിൽ യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല. പിതാവ് കേൾക്കുന്നുണ്ട്, മാതാവും കുട്ടികളും കേൾക്കുന്നില്ലെങ്കിൽ അപ്പോഴും ഫലമുണ്ടാകുന്നതല്ല. ഒന്നായി തീരുന്നതിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ഈ സംവിധാനം മുഖേന ഒരു സമയത്ത് ലോകത്തിന്റെ എല്ലാ കോണുകളിലും കാലത്തിന്റെ ഖലീഫയുടെ ശബ്ദം എത്തിച്ചേരുന്നു. അതിന്റെ ഭാഗമായി തീരേണ്ടത് ഓരോ അഹമ്മദികൾക്കും നിർബന്ധമാണ്. അതിനാൽ ഇതിലേക്ക് ശ്രദ്ധ തിരിക്കുക. എന്താണ് പറയുന്നതെന്ന് അറിവില്ലെങ്കിൽ പിന്നെ അനുസരണം എങ്ങനെയാണ് സാധ്യമാകുക? കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് അനുസരണത്തിന് അർഹത കരസ്ഥമാകുന്നത്. എന്താണ് അനുസരിക്കേണ്ടത്? ആ കാര്യങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുക. അല്ലാത്ത പക്ഷം ഇത് വെറും പൊള്ളയായ വാദം മാത്രമാണ്, പ്രദർശനപരമായ വിളംബരം മാത്രമാണ്. ഇജ്തിമായുടെ അവസരത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ബയ്യത്തിന്റെ അവസരത്തിൽ ചെല്ലുന്ന വിളംബരം, അതായത് താങ്കൾ ഏതൊരു മഅറൂഫായ നിർദ്ദേശമാണ് നൽകുന്നത് അതിനെ പ്രാവർത്തികമാക്കേണ്ടത് നിർബന്ധമായി മനസ്സിലാക്കുന്നവനാണ്. ഇനി സ്ത്രീയാണെങ്കിൽ മനസ്സിലാക്കുന്നവളാണ്. അഹമ്മദിയ ജമാഅത്തിന്റെ പ്രബലതയ്ക്ക് വേണ്ടി നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു എല്ലാ വീടുകളും ഇതിലേക്ക് ശ്രദ്ധിക്കുന്നവരാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ തർബിയത്തിനായി ഏതൊരു സംവിധാനമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അതിൽ നിന്ന് പരിപൂർണമായ പ്രയോജനം ഉൾക്കൊള്ളുന്നവരാക്കി തീർക്കട്ടെ. ശിക്ഷണകാര്യം മാത്രമല്ല, ഒപ്പം ഇസ്ലാമിക അധ്യാപനങ്ങളെ പ്രചരിപ്പിക്കുന്നതിനായി ഇത് വലിയ കർത്തവ്യമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കാരണത്താൽ ലൈവ് കാണാൻ സാധിക്കാത്ത പക്ഷം റെക്കോർഡിംഗ് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇന്റർനെറ്റിലും അത് ലഭ്യമാണ്. ഈ പരിപാടികളും മറ്റു ഒരുപാട് പരിപാടികളും അതിലുണ്ട്. പ്രധാനമായും ഖുതുബകളും
പ്രധാന പരിപാടികളും കാണേണ്ടതാണ്. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാമിനോട് പ്രത്യേകമായ ബന്ധം സ്ഥാപിക്കുന്നവരാക്കി തീർക്കുമാറാകട്ടെ. അവിടെ ആ മഹാത്മാവിന്റെ ശേഷമുണ്ടായ ഖിലാഫത്ത് വ്യവസ്ഥിതിയുമായി ദൃഢമായ ബന്ധം ഉണ്ടാകുമാറാകട്ടെ. അനുസരണത്തിന്റെ മാതൃക പ്രദർശിപ്പിക്കുന്നവരാകട്ടെ. ഈ ബന്ധവും അനുസരണവും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടുള്ള അനുസരണത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുസരിക്കുന്നവരായി അവന്റെ തൃപ്തി കരസ്ഥുന്നവരായി തീർക്കുന്നു. അള്ളാഹു എല്ലാവർക്കും ഇതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. ഇത് നമ്മുടെ മുറബി ബഹുമാന ഹാഫിസ് മുഹമ്മദ് ഇക്ബാൽ റായി സാഹിബ് ഒക്ടോബർ 2 ഒരു റോഡപകടത്തിൽ 49-ാമത്തെ വയസ്സിൽ വഫാത്താകുകയുണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒക്ടോബർ 2 രാവിലെ ഒറ്റയ്ക്ക് തന്റെ ഗ്രാമമായ ചക്കനവ് പനിയാറിൽ തന്റെ ഇളയച്ചനെ കാണുന്നതിനായി കാറിൽ പോകുകയായിരുന്നു. വൽവാലിനടുത്ത് വെച്ച് റെയിൽവേ ക്രോസിൽ മറികടക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹം കണ്ടിരുന്നില്ലായിരിക്കാം. ഒരു ട്രെയിൻ വന്ന് കാറ് ഇടിച്ചു വലിച്ചു കൊണ്ടുപോയി. പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന് യാതൊരു മുറിവുമുണ്ടായിരുന്നില്ല. പോലീസും അവിടെ എത്തി. പോലീസ് ആംബുലൻസ് വരുത്തി അതോ മറ്റൊരു വണ്ടി വരുത്തി ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിച്ചിട്ടും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഹാഫിസ് മുഹമ്മദ് ഇക്ബാൽ സാഹിബിന്റെ പിതാമഹൻ ഗുലാം ചൌധരി ഫസൽ അഹമ്മദ് സാഹിബായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാമഹന്റെ പിതാവ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ സഹാബി ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ചൌധരി അല്ലാ ബക്ഷ് എന്നാണ്. 1901 അദ്ദേഹത്തിന്റെ പിതാമഹന്റെ പിതാവ് ബയ്യത്ത് ചെയ്തത്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം ഇദ്ദേഹത്തിന്റെ പേര് റസൂൽ ബക്ഷ് എന്നായിരുന്നു. പിന്നീട് ആദ്യത്തെ പേര് മാറ്റി അല്ലാ ബക്ഷ് എന്ന് വെച്ചു. ഇദ്ദേഹത്തിന്റെ പിതാവ് ചൌധരി സഫറുല്ല സാഹിബ് റിട്ടയർഡിന് ശേഷം വഖഫ് ചെയ്ത് വളരെ കാലം റബോയിലെ വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുകയുണ്ടായി. ഹാഫിസ് സാഹിബ് മുറബി സാഹിബ് പ്രാരംഭ വിദ്യാഭ്യാസം റബോയിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഹിഫ്സ് ചെയ്തു. സ്കൂളിലെ വിദ്യാഭ്യാസം കരസ്ഥമാക്കി പിന്നീട് ജാമിയ അഹമ്മദിയയിൽ പ്രവേശിച്ചു. അതിന് ഉപരിയായി അറബി ഫാസിൽ, ഉറുദു ഫാസിൽ എന്നിവ കരസ്ഥമാക്കി. പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. ഈ സമയം യത്തീമുകളെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട ഓഫീസിലെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 5 മക്കളാണ്. 3 പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞു. 2 കുട്ടികൾ ചെറുപ്രായക്കാരാണ്. 17-18 വയസ്സാണ്. ഇദ്ദേഹത്തിന്റെ സഹോദരനും ബഹുമാന താഹിർ മഹദി ഇംതിയാസ് സാഹിബും മുറബിയാണ്. ഈ സമയം സിയാവുൽ ഇസ്ലാം പ്രസിൽ റബിയുടെ മാനേജറാണ്. എന്നാൽ അൽഫസലിലുണ്ടായ നിയമ നടപടിയുടെ കാരണത്താൽ അദ്ദേഹത്തിന്റെ മേലും കേസുണ്ടായി. ഒരുപാട് കാലമായി അദ്ദേഹം ജയിലിലാണ്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ മോചനത്തിനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഒരുക്കുമാറാകട്ടെ. കാരണം കോടതി വളരെയധികം ഭീരുത്വം കാണിക്കുന്നു. ജഡ്ജി ആദ്യം ജാമ്യം നൽകി പിന്നീട് മൗലവിമാരുടെ ഭയത്താൽ പിന്നെ അത് ക്യാൻസൽ ചെയ്തു. അള്ളാഹു ഇവർക്ക് നീതി നടപ്പാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ജയിലിലടച്ചിരിക്കുന്ന നിഷ്കളങ്കരായ അഹമ്മദികളെ അള്ളാഹു അതിവേഗത്തിൽ മോചന മാർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ജമാഅത്തിന്റെ സദർ മഹമ്മൂദ് അഹമ്മദ് രാജഗി സാഹിബ് സാദുല്ലാപൂർ വാസിയാണ്. പറയുന്നു, 2003 സാദാഉല്ലാപൂരിൽ ജമാഅത്തിന്റെ അവസ്ഥ വളരെയധികം മോശമായപ്പോൾ ഇവിടെ ഹാഫിസ് ഇക്ബാൽ സാഹിബിനെ മുറബിയായി നിയമിച്ചു. അദ്ദേഹം ജമാഅത്തിന്റെ എതിരാളികളുമായി ഉണ്ടായിരുന്ന ബന്ധം മെച്ചപ്പെടുത്തി. ഇത് കാരണം എതിരാളികൾ എതിർപ്പിൽ നിന്ന് മാറുക മാത്രമല്ല, ചില വലിയ നേതാക്കന്മാരായ എതിരാളികൾ അഹമ്മദിയത്തിനെതിരെ ചെയ്ത എതിർപ്പിന് പിന്നീട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഇക്കാരണത്താൽ വലിയ ബന്ധവും ഉണ്ടാക്കുന്നയാളും ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുന്നയാളുമായിരുന്നു. പാകിസ്ഥാനിലുള്ള മറ്റൊരു കാര്യം, മൗലവിമാരോടുള്ള ഭയത്താൽ അതുപോലെ സമൂഹത്തിനോടുള്ള ഭയത്താൽ വളരെ വലിയൊരു വിഭാഗം ആളുകൾ അഹമ്മദിയത്തെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ കുറഞ്ഞത് അതിനെതിരെ ഉണ്ടാകുന്ന പ്രക്ഷോഭത്തെ തെറ്റായി മനസ്സിലാക്കുന്നവരാണ്. എന്നാൽ അത് അവർക്ക് തുറന്നു പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ അള്ളാഹു ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. അപ്പോൾ ജനങ്ങൾ അത് തുറന്നു പറയുകയും ചെയ്യുന്നു.
ഈ സമയം അദ്ദേഹം ജോലി ചെയ്യുന്ന, അതായത് സേവനം ചെയ്യുന്ന ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ മജീദ് സാഹിബ് പറയുന്നു, ഹാഫിസ് സാഹിബ് എവിടെയെല്ലാം റബിയായി താമസിച്ചുവോ അവിടെയുള്ള ആളുകളുമായി വഫാത്ത് വരെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ആളുകൾ അദ്ദേഹത്തെ കാണുവാൻ വരികയും അദ്ദേഹത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു, അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഇതും അദ്ദേഹത്തിന് വലിയൊരു പ്രത്യേകതയായിരുന്നു. മർക്കസിന്റെ പണം ശരിയായ സ്ഥലത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിരുന്നു. വിധവകളുടെ ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനായി സാധിക്കുന്ന വിധം അതിനായി അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എത്രയും ചുരുങ്ങിയമായ തുകയിൽ ഭവനങ്ങൾ നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നു. ചില അവസരങ്ങളിൽ നിർമ്മാണ പരിപാടി നടക്കുന്ന അവസരങ്ങളിൽ അവിടെ എത്തുമ്പോൾ സ്വയം അവിടെ പോയി ജോലി ചെയ്യുന്നതോടൊപ്പം പങ്കുചേരുമായിരുന്നു. ലണ്ടനിലെ മൊറീഷ്യസ് ഡെസ്കിലെ ഖാലിദ് സാഹിബ് പറയുന്നു, അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു പരേതൻ. വലിയ അതിഥി സൽക്കാരപ്രിയനും നിഷ്കളങ്കനുമായിരുന്നു. ഒരു പ്രധാന കാര്യം എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്, അദ്ദേഹത്തിന് തബ്ലീഗ് ചെയ്യാൻ വലിയ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. ഒരു സമർപ്പണമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സാദുല്ലാപൂരിൽ അദ്ദേഹം നിയമിതനായപ്പോൾ അവിടെ ഒരു റഷ്യൻ കമ്പനി ഏതോ ഒരു പ്രോജക്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയുണ്ടായിരുന്നു. റഷ്യൻ ഭാഷയിൽ പരിജ്ഞാനമില്ലായിരുന്നിട്ടും അദ്ദേഹം അവരെ തബ്ലീഗ് ചെയ്തു. ഖാലിദ് സാബ് റഷ്യയിൽ താമസിച്ച് ഭാഷ അഭ്യസിച്ചിരുന്നു. അദ്ദേഹം പാകിസ്ഥാനിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്ന് കുറച്ച് വാക്കുകൾ അഭ്യസിച്ചു. പിന്നീട് സ്വയം അദ്ദേഹം തബ്ലീഗ് ചെയ്യുന്നതിനായി റഷ്യൻ ഭാഷയിലെ ചില വാക്കുകൾ ഉറുദു ലിപിയിൽ എഴുതിയിരുന്നു. ഈ ഒരു ആവേശമായിരുന്നു തബ്ലീഗിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അള്ളാഹു പുതു തലമുറയ്ക്ക് തബ്ലീഗിന്റെ പുതിയ മാർഗങ്ങളും രീതികളും അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു മർഹൂം ഹാഫിസ് സാഹിബിനോടും മഗ്ഫിറത്തോടു കൂടി പെരുമാറട്ടെ. അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഭാര്യ മക്കൾക്ക് ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ നന്മകൾ സ്വായത്തമാക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر